രുചികരമായ ചേന വൻപയർ എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി 1 കപ്പ് വൻപയർ 4 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചതാണ്. നന്നായി കഴുകിയതിന് ശേഷം അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി 2 കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ഈ സമയത്ത് നമുക്ക് ഇടണ്ട. ഇത് 3 വിസിലാണ് വേണ്ടത്. അങ്ങനെ 3 വിസിൽ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കുക്കറിൻ്റെ വേവ് പല വിധത്തിലായിരിക്കും. പകുതി വേവ് എങ്ങനെയാണോ കിട്ടുന്നത് ആ വിധത്തിൽ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ കുക്കർ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. 3 വിസിലിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാവുന്നതാണ്. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് 2 കപ്പ് ചേനയാണ്. ചേന ഈ വലുപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പോൾ ചേന ഇങ്ങനെ അരിയണ സമയത്ത് ഭയങ്കര ചൊറിച്ചിലാണ്. അപ്പോൾ അത് മാറാൻ എന്തെങ്കിലും ഒരു ടിപ്പ് കൂട്ടുകാർക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അങ്ങനെ ചേന കഷ്ണങ്ങളെല്ലാം ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് കട്ടിംഗ് ബോർഡ് വെച്ചിട്ടാണ് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ ചേന കഷ്ണങ്ങളെല്ലാം മുറിച്ച് എടുത്തിട്ടുണ്ട്. ഇനി വൻപയർ നമുക്ക് വെന്തോ എന്ന് നോക്കാം, തുറന്ന് നോക്കാവുന്നതാണ്. അങ്ങനെ വൻപയറെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പകുതിയോളം വേവ് ആയിട്ടുണ്ട്. ഞാൻ ഉപ്പൊന്നും ഈ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി കഴുകി വെച്ച ചേന കഷ്ണങ്ങളെല്ലാം ഈ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി വെള്ളം തീരെ കുറവാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ ജീരകവും ഇടണം. ജീരകം അധികം ആകാൻ പാടില്ല. അധികമായി കഴിഞ്ഞാൽ ഇതിനൊരു കറിക്കൊരു കുത്തലിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിത് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് ഒരിക്കലും ഫൈൻ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു തരിതരിപ്പോട് കൂടിയാണ് നമുക്ക് എരിശ്ശേരിക്ക് അരച്ചെടുക്കേണ്ടത്. അങ്ങനെ എല്ലാം നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു തരിതരിപ്പോട് കൂടിയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ചേനയുടെ ഇത് വെന്തോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് 3 വിസിൽ മാത്രമേ ഇതിന് വേണ്ടി വന്നുള്ളൂ. 3 വിസിൽ അടിച്ചതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു ചട്ടിയിലാണ് ഞാനിപ്പം മാറ്റിയിട്ടുള്ളത്. അതിനകത്തേക്ക് നമുക്ക് അരച്ചു വെച്ച ഈ കൂട്ടും കൂടെ മാറ്റി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ജസ്റ്റ് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല കുറുകിയ ഒരു പാകത്തിൽ ാണ് നമുക്കിതായി കിട്ടേണ്ടത്. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ച് ചാറ് പോലെ കഴിക്കാനാണ് ഇതെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ നമുക്ക് എടുക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ 1 വെളുത്തുള്ളിയും 2 ചെറിയുള്ളിയുമാണ്. ഇത് ചതച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചതച്ചു മാത്രം ഇട്ട് കൊടുത്താൽ മതി. അല്ലാണ്ട് അരച്ചിട്ട് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ എല്ലാം യോജിപ്പിച്ച് നമുക്ക് ഇത് നല്ല രീതിയിലൊന്ന് തിള വരട്ടെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ചേന കഷ്ണങ്ങളെല്ലാം അധികം വെന്തുടഞ്ഞു പോയിട്ടുമില്ല. എന്നാൽ കറക്റ്റ് പാകത്തിന് വെന്തും കിട്ടിയിട്ടുണ്ട്. 3 വിസിൽ മാത്രം മതി ചേനയ്ക്കും. അങ്ങനെ എല്ലാം കുറുകി നല്ല പാകത്തിനുള്ള പരുവമായിട്ടുണ്ട്. ഈ രൂപത്തിലാണെങ്കിൽ ഇപ്പം തന്നെ തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല എരിശ്ശേരിയുടെ രൂപത്തിൽ കിട്ടണമെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ കുറുകി വന്ന് ഒന്ന് സെറ്റായിട്ട് വേണം അത് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചട്ടിയിലിരിക്കുമ്പം തന്നെ ഇത് കുറുകി വന്നോളും. അതുകൊണ്ട് ഈ രൂപത്തിലേക്ക് കിട്ടുമ്പോൾ നമുക്ക് ഇത് ഓഫാക്കി എടുക്കാവുന്നതാണ്. ഇനി വേറെ ഒന്നുമില്ല. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് താളിച്ചൊഴിക്കുക മാത്രമേ വേണ്ടൂ. താളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് റെഡിയാക്കി വെക്കണം. അതുപോലെ തന്നെ കുറച്ച് കടുക്, കുറച്ച് ഒരു 2 വറ്റൽമുളക്, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ എല്ലാം കൂടെ നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കടുക് പൊട്ടി വരുമ്പം തേങ്ങയും കറിവേപ്പിലയും ഉണക്കമുളകും എല്ലാം ഇട്ട് കൊടുത്ത് തേങ്ങ നല്ല മൂപ്പിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളറാകുമ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ എരിശ്ശേരിയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല ഒരു മണമായിരിക്കും. അപ്പോൾ ഈ കറി ഉണ്ടാക്കി എടുക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കഴിക്കാനും അതേപോലെ രുചിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.